നമസ്കാരം. ഒരിടത്ത് മിടുക്കനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ പല സംരംഭങ്ങളും തുടങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി എല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ശേഷവും അയാളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടത് അയാളെ മാനസികമായി തളർത്തി. അപ്പോഴാണ് അടുത്ത ഗ്രാമത്തിലെ ഒരു സന്യാസിയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അയാൾ സന്യാസിയെ പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. ഗുരുവിൻ്റെ അടുത്തെത്തിയ അദ്ദേഹത്തിനോട് ഗുരു കാര്യം തിരക്കുകയും അയാൾ വിശദമായി തന്നെ എല്ലാം വിവരിക്കുകയും ചെയ്തു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ശേഷവും തൻ്റെ ശ്രമങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. സന്യാസി അയാളോട് തൻ്റെ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. അവർ നേരെ പോയത് ആശ്രമത്തിന് പുറകിലോട്ടായിരുന്നു. അവിടെ നിറയെ പച്ചപ്പായിരുന്നു. നിറയെ പച്ചപ്പുല്ലുകളും അവിടിവിടെ വലിയ വലിയ ഉയരത്തിലുള്ള മുളകളും നിന്നിരുന്നു. ഗുരു പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് താൻ ഇവിടെ പുല്ലിൻ്റെയും മുളകളുടെയും വിത്തുകൾ പാകി അതിനുവേണ്ട വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുല്ലിൻ്റെ വിത്തുകൾ മുളച്ചു തുടങ്ങി. പെട്ടെന്നു തന്നെ അവിടം പച്ചപ്പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു. എന്നാൽ മുളയുടെ വിത്തുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. 2-ാം വർഷമായപ്പോഴേക്കും ആ പരിസരം മുഴുവൻ പച്ചപ്പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം വിത്തുകൾക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മുളയുടെ വിത്തുകൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 3-ാം വർഷവും 4-ാം വർഷവും മുളയുടെ വിത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ സന്യാസി തൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം അതിനെ എല്ലാ ദിവസവും വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം കടന്നുപോയി. 5-ാം വർഷമായപ്പോൾ പെട്ടെന്ന് മുളയുടെ വിത്തുകൾ മുളച്ചു. പുല്ലിനേക്കാൾ വളരെ ചെറിയ ചെടിയായിരുന്നു ആരംഭത്തിൽ. എന്നാൽ 6 മാസം കൊണ്ട് മുള 20 അടിയോളം വളർന്നു. അക്കാലം അത്രയും അതിൻ്റെ വേരുകൾ മണ്ണിൽ വളരെ സ്ട്രോങ് ആയി പടർന്നുകൊണ്ടിരുന്നു. 20 അടിയായപ്പോൾ ആ മുളയെ താങ്ങി നിർത്താൻ പാകത്തിൽ അതിൻ്റെ വേരുകൾ അതിശക്തമായി മാറി. അതെ, അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. നമ്മൾ എത്ര തവണ ജീവിതത്തിൽ പരാജയപ്പെട്ടാലും ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക. ഓരോ പരാജയവും മുളയുടെ വേരുകൾ പോലെ നിങ്ങളെ വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും. എന്നാലാണ് ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗ്രേറ്റ് സക്സസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പരാജയങ്ങളിൽ തളരാതെ നിങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്രത്തോളം പരാജയപ്പെടുന്നുവോ അത്രത്തോളം സ്ട്രോങ് ആയി മാറുകയും ജീവിതത്തിൽ ഉറപ്പായും വിജയിക്കുകയും ചെയ്യും. അദ്ദേഹം എല്ലാം മനസ്സിലായെന്ന മട്ടിൽ ഗുരുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നകന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.